ഹായ് സ്നേഹിതരെ, 2024 പരൂസിയ കർത്താവിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൻ്റെ ധ്യാനചിന്തകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രപഞ്ചം ഒരമൂല്യ അത്ഭുതമാണെന്നും അതുപോലെ തന്നെ മനുഷ്യരായ നാം ഓരോരുത്തരും ഒരത്ഭുത വസ്തുക്കളാണെന്നും നാം ധ്യാനിക്കാൻ തുടങ്ങിയല്ലോ. അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങളുടെ അത്ഭുതമായി പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ ഏതു മനുഷ്യനാ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്? ഓരോ വർഷങ്ങളിൽ പല പല ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതായി പങ്കുവെക്കുന്നത് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. ചരിത്ര സംഭവങ്ങളായി അത് ലിഖിതങ്ങളിൽ എഴുതി പിടിപ്പിച്ചിട്ടുമുണ്ട്. ഓരോ സ്ഥലത്തും പരിശുദ്ധ ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന, യേശുവിൻ്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നത്, മാംസപേശികളായി രൂപാന്തരപ്പെടുന്നത് പലരും കണ്ടിട്ടും കേട്ടിട്ടും പങ്കുവച്ച് അറിഞ്ഞിട്ടും ഉണ്ട്. മാധ്യമങ്ങളിലൂടെ അവയൊക്കെ അറിയിക്കുന്നത് ദിവ്യകാരുണ്യ അത്ഭുതം എന്നാണ്. ഈ അടുത്ത കാലത്ത് തുടർച്ചയായ 3 ആഴ്ചകളിൽ ഒരു പെൺകുട്ടിയുടെ ആദ്യം നാവിലും പിന്നെ കരങ്ങളിലും ദിവ്യകാരുണ്യം മാംസപേശികളായി മാറ്റപ്പെട്ടത് മാധ്യമങ്ങളിലൂടെ ദിവ്യകാരുണ്യാത്ഭുതം എന്ന് അറിയിക്കുകയും എല്ലാവരും ഈ ദിവ്യകാരുണ്യാത്ഭുതം നടക്കുന്ന ഇടം കാണാനായി ഓടുകയും ചെയ്തതായി നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ കുഞ്ഞ് ബുദ്ധിയിൽ വരുന്ന ഒരു ചിന്ത, അതൊന്നും ദിവ്യകാരുണ്യ അത്ഭുതമല്ല, അത് അടയാളങ്ങളാണ്. എന്താണ് ദിവ്യകാരുണ്യ അത്ഭുതം? ഓരോ ദിനവും ദിവ്യബലി അർപ്പിക്കുന്ന മധ്യേ സാക്രിസ്റ്റ്യൻ, കണക്കൻ അല്ലെങ്കിൽ ഉപദേശി കൊണ്ടുവയ്ക്കുന്ന ഓസ്തിയും വീഞ്ഞും പുരോഹിതനായ യേശുവിൻ്റെ പ്രതിപുരുഷനായ വൈദികൻ അത് കരങ്ങളിലെടുത്ത് ആശീർവദിക്കുമ്പോൾ അത് ഓസ്തി ദിവ്യകാരുണ്യനാഥനായി മാറുന്നു. ദിവ്യകാരുണ്യനാഥൻ എന്ന് പറഞ്ഞാൽ കുർബാനയായി മാറുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ യേശുവിൻ്റെ ശരീരവും രക്തവുമായി അത് രൂപാന്തരപ്പെടുന്നു. ഇതല്ലേ വലിയൊരു അത്ഭുതം? ഞാൻ ഒരു സഹോദരൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സെമിനറിയിൽ റക്ടച്ചൻ്റെ അടുത്ത് സെമിനറിക്കാരൻ ചോദിച്ചു എന്ന് പോലും, അച്ചോ ആ മഠത്തിന് ചപ്പാത്തിന്ന് യേശുവിൻ്റെ മുഖം കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ഛൻ യേശുവിനെ കാണാൻ പോയോ? ചപ്പാത്തിയിലുള്ള യേശുവിനെ. ആ വന്യവൈദികൻ ആ ബ്രദറിനോട് പ്രകാരം പറഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനുദിനം എൻ്റെ കരങ്ങളിലേക്ക് കടന്നു വരുന്ന യേശുനാഥൻ, പരിശുദ്ധ കുർബാനയിൽ ആ യേശുവിനെ കാണാനായി എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോയാൽ എനിക്ക് യേശുവിനെ കാണേണ്ട ആവശ്യമില്ല. അനുദിനം എൻ്റെ കരങ്ങളിൽ വരുന്ന ഈ കുർബാനയിൽ യേശുവിൻ്റെ രൂപവും ഭാവവും മാറിക്കൊണ്ട് യേശുവിൻ്റെ ശരീരവും രൂപവുമായി മാറുന്നത് അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നെ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. ആ വന്യവൈദികൻ പറഞ്ഞതിന് അന്തസ്സത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അത്ഭുതങ്ങളുടെ അത്ഭുതമായ
ദിവ്യകാരുണ്യനാഥൻ പരിശുദ്ധ കുർബാന എൻ്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് മറ്റൊരിടത്തും ഈ യേശുവിനെ കാണാനായി ഓടേണ്ടതുണ്ടോ? അനുദിന ബലിയർപ്പണ സമയത്ത് നാം ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുന്നവരാണ്. ഈ ദിവ്യകാരുണ്യനാഥനെ ഞാൻ സ്വീകരിക്കുമ്പോൾ, എൻ്റെ ദേവാലയത്തിൽ വെച്ച് ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുമ്പോൾ എനിക്ക് ലഭിക്കാത്തതെന്തോ മറ്റിടങ്ങളിലേക്കുണ്ട് എന്ന് ചിന്തിക്കുന്നത് അബദ്ധമായ വിശ്വാസമാണ്, അന്ധവിശ്വാസമാണ്. കർത്താവായ യേശു കാൽവരി മലയിൽ ബലിയർപ്പിക്കപ്പെട്ട അതേ ബലിയർപ്പണം തന്നെയാണ് നാനാദേശങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ബലി. ആകയാൽ ആ കുർബാന അർപ്പണത്തിലൂടെ കടന്നു വരുന്ന യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും ഞാൻ ഉൾക്കൊള്ളുമ്പോൾ അതിനേക്കാളും മറ്റ് ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ഞാൻ ഒരിടത്തും പോകേണ്ടതില്ല. ആമേൻ.